ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് വിൻ്റർ സ്പെഷ്യൽ മെത്തിയുടെ പരാഠയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെത്തിയുടെ പരാഠ ഉലുവായ ഇല കേട്ടോ. ഇപ്പോൾ സീസൺ നല്ല തണുപ്പ് സമയമില്ലേ, അപ്പോൾ ഇവിടെ മെത്തിയുടെ ഇല ഒത്തിരി കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ ഇതുപോലെയൊക്കെ ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഇതുപോലെ ഉലുവായ ഇല ക്ലീൻ ചെയ്തതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു അരിപ്പയിൽ മാറ്റി വെക്കണം. 300 ഗ്രാമേ ഉലുവായ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴുകിയെല്ലാം വെള്ളമൊക്കെ ഒരു 5-6 വെള്ളത്തിലും കഴുകണേ. ഒത്തിരി മണ്ണൊക്കെ കാണുന്നതിനകത്ത്, അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഒരു അരിപ്പയിലൊക്കെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഏത് പാത്രത്തിൽ ആട്ട വഴിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് കണക്ക് ഞാൻ എല്ലാ ഉലുവായ ഇല ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഒരു പിടി മല്ലിയില വേണേ നമുക്ക്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഉലുവായിലൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കി വെക്കാം കേട്ടോ. ബാക്കിയെല്ലാം കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കത്തില്ല ആ നേരം കൊണ്ട്. ഇതിനകത്ത് നിന്ന് എത്ര എക്സ്ട്രാ വെള്ളമൊക്കെ ഇറങ്ങണമെന്ന് വെച്ചാൽ അതെല്ലാം ഇറങ്ങി വരും. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യാനിരിക്കുവാണെങ്കിൽ ആട്ടയൊക്കെ കുഴച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിനകത്ത് ഉലുവായിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നാൽ പിന്നെ ആട്ട ഭയങ്കര ലൂസായിപ്പോൾ പിന്നെ എക്സ്ട്രാ നമുക്ക് പൊടിയിടേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതൊരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. നമ്മളെല്ലാം ടേസ്റ്റ് വ്യത്യാസം വരും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് വെക്കുവാണെങ്കിൽ അതിനകത്ത് എത്രയും വെള്ളം ഇറങ്ങണമെന്ന് വെച്ചാൽ അത് മൊത്തം ഇറങ്ങി കഴിയും കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ മല്ലിയില അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 കപ്പ് കട്ടോരിക്കകത്ത് 2 കട്ടോരി ഞാനാണെങ്കിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കട്ടോരി നമുക്കാണെങ്കിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. 1 കട്ടോരി നമുക്കാണെങ്കിൽ ബാച്ചിരിയുടെ ആട്ട ഇവിടെ കിട്ടും കേട്ടോ. തണുപ്പ് സമയത്ത് ഇത് കഴിക്കാൻ നല്ല ചൂടാണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടോടെ എന്ന് വെച്ചാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഉള്ളിൽ ചൂട് തരും, അങ്ങനത്തെ ഒരു പൊടിയാണ് അത്. അപ്പോൾ ഇതിവിടെ ഏത് കടയിലാണെങ്കിൽ നിങ്ങൾ തിരക്കിയാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഇതിനകത്താണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് അയിമുദം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ വെളുത്ത എള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചതച്ചത്. എരിവ് നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി 2-3 ടേബിൾ സ്പൂൺ നമുക്ക് അതിനകത്ത് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മളാണെങ്കിൽ ഇത് കുഴച്ച് വെക്കണം കേട്ടോ. ഒരു മീഡിയം സോഫ്റ്റ് ഡോ വേണം ആക്കി എടുക്കാനായിട്ട്. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കത്തില്ല അതിനെക്കാട്ടും ഒരു ഇച്ചിരി കൂടെ വലിയ ഉരുളെടുക്കണേ. അപ്പോൾ ഇച്ചിരി തിക്നെസ് ആയിട്ട് നമ്മളിത് പറാഠ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. 2-3 കഴിച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് മൊത്തം ദിവസം നമ്മുടെ വയറിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി അത്. തൈരിൻ്റെ കൂടെ അച്ചാറിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ ആണെങ്കിലും കഴിച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ആയി കഴിയുമ്പോൾ എണ്ണയോ നെയ്യോ എന്താ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും കേട്ടോ. സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. അതോ തീ ഒത്തിരി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ മെത്തിയുടെ പരാഠ അല്ലെങ്കിൽ മെത്തിയുടെ തേപ്പില നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം. എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.